ഏത് ഇലക്ട്രോണിക്സ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിനും നമുക്ക് ആവശ്യമുള്ള ഒരു കോമൺ സംഗതിയാണ് പവർ സപ്ലൈ എന്നുള്ളത്. ഏത് സർക്യൂട്ടിലും നമുക്ക് പവർ സപ്ലൈ ആവശ്യമായിട്ട് വരും. ലാബിൽ നിങ്ങൾക്ക് പല വോൾട്ടേജ് തരുന്ന പവർ സപ്ലൈസ് അവൈലബിൾ ആണ്. പക്ഷേ ചില എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും, വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ അതിന് നമുക്കൊരു പവർ സപ്ലൈ ആവശ്യമാണ്. എങ്ങനെ നമുക്കൊരു പവർ സപ്ലൈ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൽ നല്ല പവർ സപ്ലൈകൾ വീട്ടിൽ ഉണ്ടാക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 4 പെൻറ്റോർച്ച് സെല്ലുകളാണ്. 4 പെൻറ്റോർച്ച് സെല്ലുകൾ AA ടൈപ്പ്. നിങ്ങൾക്കറിയാം പെൻറ്റോർച്ച് സെല്ലെന്ന് പറയുന്നത് 2 രീതിയിൽ അവൈലബിൾ ആണ്. AAA ഉണ്ട്, ഏറ്റവും ചെറുത്, റിമോട്ട് കൺട്രോളിലൊക്കെ ഉപയോഗിക്കുന്നത്. അല്പം കൂടെ വലിയ ബാറ്ററിയാണ്, പെൻറ്റോർച്ച് സെല്ലാണ് AA എന്ന് പറയുന്നത്. അതല്ല, നിങ്ങൾക്ക് വലിയ ബാറ്ററികൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന 2 ബാറ്ററി ഈ രീതിയിൽ വെച്ചു. ഓക്കെ, അതിനെ ഞാനൊരു പേപ്പർ വെച്ച് റോൾ ചെയ്തതിനുള്ളിൽ വെച്ച് സ്റ്റേബിളായിട്ടിരിക്കാൻ. വീണ്ടും മറ്റൊരു 2 സെറ്റ് എടുത്ത് അതും പേപ്പർ റോൾ ചെയ്ത് അതിനുള്ളിൽ വെക്കുന്നു. പിന്നീട് ഇത് രണ്ടും കൂടെ ചേർത്ത് സെല്ലോ ടേപ്പ് വെച്ചു. പിന്നീട് ഈ പ്ലസും മൈനസും ഞാനൊരു അലുമിനിയം ഫോയിൽ പ്രോപ്പറായിട്ട് മടക്കി വെച്ച് ഒരു കാർഡ്ബോർഡ് പീസ് വെക്കുന്നു. പിന്നീട് ഇവിടെ 2 അലുമിനിയം ഫോയിൽ അതിലേക്ക് ഓരോ വയർ കണക്ട് ചെയ്തിട്ട് പ്ലസിലും മൈനസിലും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് തമ്മിൽ കോണ്ടാക്റ്റ് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഇവിടെ ഒരു കാർഡ്ബോർഡ് കഷ്ണമൊക്കെ വെച്ച് ടൈറ്റാക്കിയതിന് ശേഷം ബ്രൗൺ ടേപ്പ് അല്ലെങ്കിൽ സെല്ലോ ടേപ്പ്, റബ്ബർ ബാൻഡ് മുതലായി ഉപയോഗിച്ച് നമുക്ക് ടൈറ്റായിട്ട് നിർത്താവുന്നതാണ്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. 4 പെൻറ്റോർച്ച് സെല്ലുകൾ, ഈ 2 എണ്ണം ഞാൻ പേപ്പർ റോൾ ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ആ 2 സെറ്റും ചേർത്ത് വെക്കുന്നു. ഇവിടെ ഒരു പ്ലസും ഒരു മൈനസും ഉണ്ട്. അത് ഒരു അലുമിനിയം ഫോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അത് ഇളകി പോകാതിരിക്കാനായിട്ടൊരു കാർഡ്ബോർഡ് വെച്ച് ബ്രൗൺ ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ 2 അലുമിനിയം ടേപ്പുകൾ, അലുമിനിയം ഷീറ്റുകൾ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വയർ കണക്ട് ചെയ്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്ത് ഷോർട്ടാകാതെ ഫിക്സ് ചെയ്തതിന് ശേഷം മുകളിലൊരു കാർഡ്ബോർഡ് വെച്ച് വീണ്ടും ബ്രൗൺ ടേപ്പ് വെച്ച് ചുറ്റി സ്റ്റേബിളാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഇവിടെയും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഈ വയറിനെയും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് 4 ബാറ്ററികൾ ചേർന്നത് ആയതുകൊണ്ട് നോർമലി 6 വോൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 6നേക്കാൾ അല്പം കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവും. ഇത് ഫ്രഷ് ബാറ്ററിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 6 വോൾട്ടിനേക്കാൾ അല്പം കൂടുതൽ പ്രതീക്ഷിക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ വോൾട്ടേജ് കുറയുന്നതാണ്. അപ്പോൾ 1-2 എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം മതി. അതല്ലാതെ നിങ്ങൾക്ക് 5 വോൾട്ടിൻ്റെയൊക്കെ എലിമിനേറ്ററുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. You can see. So it is almost, so it is 6.6 volt. So that is sufficient for doing some experiments at your home. Experiment like logic gates using diodes and transistor, etc. Basic demonstration of logic gates. ഇത് നിങ്ങൾക്കും കൺസ്ട്രക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മറ്റു പല രീതിയിലും ഇത് ലേഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഒരു 6 വോൾട്ട് പവർ സപ്ലൈ
വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് അഥവാ മൈനസ്, ആൻഡ് ദിസ് ഈസ് ദ പ്ലസ്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഓർ ഗേറ്റ്, 2 ഇൻപുട്ട് ഓർ ഗേറ്റ് 2 ഡയോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ഓർ ഗേറ്റ് ഇങ്ങനെയല്ല, അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ഇത് ഒരു ഡെമോൺസ്ട്രേഷൻ സർക്യൂട്ടാണ്. ഹൗ an OR gate is working and giving proper truth table. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് 2 ഡയോഡ്, റെക്ടിഫയർ ഡയോഡ്, 14001 എന്ന് പറയുന്ന നമ്പറാണ് തന്നിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു സീരീസ് റെസിസ്റ്റൻസ് വേണം. നമുക്കറിയാം ഇതൊരു LED ആണ്. ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ നമുക്ക് മൾട്ടിമീറ്ററും മറ്റ് കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഒരു LED ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാം. LEDയിലുള്ള കറണ്ട് ലിമിറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു 1 കിലോ ഓം റെസിസ്റ്റൻസ് യൂസ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പവർ സപ്ലൈ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്നത് ഒരു ബ്രെഡ് ബോർഡിലാണ്. ബ്രെഡ് ബോർഡിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം. ബ്രെഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേയധികം ഹോളുകൾ നിങ്ങൾക്ക് കാണാം. സോ മുകളിലുള്ള ഈ ഹോളുകൾ പവർ റെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ പവർ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെയുള്ള ഏത് ഹോളിൽ നിന്നും നമുക്ക് ആ പവർ സപ്ലൈയിലേക്കുള്ള കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പവർ റെയിൽ ഈ പോയിന്റ് വരെ മാത്രമേ കണക്ഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ വീണ്ടും ഒരു ബ്രേക്കാണ്. വീണ്ടും ഇവിടുന്ന് ഇവിടെ വരെ മറ്റൊരു ലൈനാണ്. അതേപോലെ താഴെയും ഇവിടെ മുതൽ ഇവിടെ വരെ മറ്റൊരു ലൈൻ കണക്ഷനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷനില്ല. വീണ്ടും ഇവിടെ മുതൽ ഇവിടം വരെ കണക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സർക്യൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം പവർ സപ്ലൈ ആവശ്യമായിട്ട് വരും. ആ കേസിൽ നമ്മൾ ഇവിടെ ഒരു വയർ, ജമ്പർ വയർ കണക്ട് ചെയ്ത് ഇവിടെ നിന്നും ഇവിടേക്ക് കണക്ട് ചെയ്താണ് ഇതിനെ കണ്ടിന്യൂറ്റി ആക്കിയെടുക്കുന്നത്. അതേപോലെ തന്നെ താഴെയും 2 സെറ്റ് ഓഫ് പവർ ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ പവർ റെയിൽസ് ഉണ്ട്. ഇവിടെ വരെ ഒരു ലൈൻ, ഇവിടെ മുതൽ ഇവിടം വരെ മറ്റൊരു ലൈൻ, അതേപോലെ തന്നെ മുകളിലും 2 സെറ്റ്. അങ്ങനെ ആകെ 1 2 3 4 5 6 7 8 പവർ ലൈൻസ് ആണ് ഇവിടെ അവൈലബിൾ ആകുന്നത്. പിന്നീട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5 ഹോൾസ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ കാണാം. 5 ഹോൾസ് വീതം വെർട്ടിക്കൽ ഡയറക്ഷൻ ഓൺ എയ്തർ സൈഡ് ഓഫ് എ ചാനൽ. ഇവിടെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ 5 ഹോൾ തമ്മിൽ കണക്റ്റഡ് ആണ്. വീണ്ടും അടുത്ത 5 തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ രീതിയിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ താഴ്ഭാഗത്തും 5 എണ്ണം വെർട്ടിക്കൽ ഡയറക്ഷനിൽ കണക്റ്റഡ് ആണ്. അങ്ങനെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇത്രയും ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പ്രോപ്പർ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏത് ഇലക്ട്രോണിക് സർക്യൂട്ടും ചെയ്യുമ്പോൾ ആദ്യമായി പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 2 ഡയോഡാണ് ആവശ്യം. നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഈ ഡയോഡിൻ്റെ ഇത് കാഥോഡാണ്, ഇത് ആനോഡാണ്. ഡയഗ്രത്തിൽ ഡയോഡ്, ആനോഡ്, കാഥോഡ് വരച്ചിരിക്കുന്നു. ഇതാണ് 1N4001 എന്ന് പറയുന്ന ഡയോഡ്. ഈ ഡയോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻഡിൽ ഒരു സിൽവർ ലൈൻ കാണാം. ആ സിൽവർ ലൈനുള്ള ഭാഗമാണ്
കാഥോഡ്, സിൽവർ ലൈൻ ഇല്ലാത്ത ഭാഗം ആനോഡുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ഡയോഡ് കണക്ട് ചെയ്യാം. ഇപ്പോൾ ബ്രെഡ് ബോർഡ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. മാത്രമല്ല നമ്മൾ ഏത് സർക്യൂട്ട് ചെയ്യുമ്പോഴും വളരെ ഭംഗിയും വേണം. അതുകൊണ്ട് കഴിയുന്നതും ഇതിൻ്റെ ബെൻഡുകളൊക്കെ നല്ല 90 ഡിഗ്രിയിൽ തന്നെ ചെയ്താൽ സർക്യൂട്ട് കാണാനൊക്കെ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു സ്ക്രൂ ഡ്രൈവറോ നൈഫോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പ്രോപ്പറായിട്ട് ബെൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഇത് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റ് സൈഡ് കാഥോഡാണ്, ഇത് ആനോഡ് പോർഷനാണ്. ഇതേപോലെ മറ്റൊരു ഡയോഡ് എടുക്കുന്നു. അതിൻ്റെ ലെങ്ത് ഒരല്പം വ്യത്യാസം ഉണ്ടായിരിക്കണം. അതായത് കാഥോഡുള്ള പോയിന്റ് രണ്ടും ഒരേ ലൈനിൽ തന്നെ കണക്ട് ചെയ്യുക. ആനോഡിൻ്റെ പോർഷൻ 2 ഡിഫറെൻറ്റ് ലൈനിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം അത് സെപ്പറേറ്റ് ലൈനാണ്. ഓക്കെ, 2 ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഒരു 1K റെസിസ്റ്റൻസ് ഇത് കമ്പൈൻ ചെയ്യുന്ന പോയിന്റിൽ നിന്നും നമുക്ക് കണക്ട് ചെയ്യണം. കൈകൊണ്ട് വളയ്ക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ച് വളച്ചാൽ പ്രോപ്പറായിട്ട് ഇതിനെ വളച്ചെടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഇത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അടുത്തതായി നമുക്ക് ആ 1K മറ്റേ എൻഡിൽ നിന്നും ഒരു LED, ഇപ്പോൾ ഒരു LED എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന LED ഇതാണ്. LED ഒരു ഡയോഡാണ്, അതുകൊണ്ട് തന്നെ അതിനും കാഥോഡും ആനോഡും ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ലെഗൊന്നും മുറിച്ചിട്ടില്ലാത്ത LED ആണെങ്കിൽ ആനോഡ് കാഥോഡ് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാം. ഈ ലെങ്ത് കൂടിയ ലെഗ് എന്ന് പറയുന്നത് ആനോഡായിരിക്കും, ലെങ്ത് കുറഞ്ഞത് കാഥോഡായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏരിയ കൂടുതലുള്ളൊരു പോർഷൻ കാണാം, അത് കാഥോഡാണ്. ഏരിയ കുറഞ്ഞ പോർഷൻ എന്ന് പറയുന്നത് ആനോഡും ആണ്. അപ്പോൾ നമുക്കറിയാം പ്ലസിലേക്കാണ് ഞാൻ ആനോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. തൊട്ടടുത്ത് 2 LED അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ തൊട്ടടുത്ത 2 ഹോൾസിലേക്ക് കണക്ട് ചെയ്യുന്നു. ഒന്ന് കോമൺ പോയിൻ്റാണ്, റെസിസ്റ്റൻസ് LED ആനോഡ്. മറ്റൊന്നൊരു ഫ്രീ പോയിൻ്റാണ്. അവിടെ ഞാനൊരു വയർ കണക്ട് ചെയ്ത് അതിൻ്റെ കാഥോഡിൽ നിന്നൊരു വയർ കണക്ട് ചെയ്ത് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഒരു പവർ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ വരെ ഹാഫ് പോർഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മളെല്ലാം എന്ത് കണക്ട് ചെയ്താലും ഈ പോർഷൻ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ മാത്രമായിരിക്കണം. അതല്ല, നിങ്ങൾക്ക് ഫുൾ പവർ റെയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നൊരു വയർ തൊട്ടടുത്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഈ പോർഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ ലൈൻ ഇതിൻ്റെ ഗ്രൗണ്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പവർ സപ്ലൈ എടുക്കാം. പവർ സപ്ലൈയുടെ മൈനസ് ഞാൻ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്ലസ് മുകളിലുള്ള ഒരു പവർ റെയിലിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ താഴെയുള്ള പവർ റെയില് നെഗറ്റീവും ഏറ്റവും മുകളിലുള്ള ഈ പവർ ലൈന് പോസിറ്റീവുമാണ്.
ഇനി നമുക്ക് ഈ ഡയോഡിൻ്റെ രണ്ട് ഇൻപുട്ടുണ്ട്. ഇതാണ് നമ്മൾ ലോജിക് ഗേറ്റിൻ്റെ എ ആൻഡ് ബി. ഓക്കെ, ഇപ്പോൾ എ ആൻഡ് ബിയിൽ നമുക്ക് 0യും 1ഉം കണക്ട് ചെയ്യണം. അതായത് VCCയോ ഗ്രൗണ്ടോ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഓരോ വയറ് കണക്ട് ചെയ്ത് വെക്കുന്നു. One more wire I am connecting. മറ്റൊരു വയറ് ബി ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതായത് ലൈനിൽ തന്നെയുള്ള ഹോളിൽ വേണം കണക്ട് ചെയ്യാൻ. ഇവിടെ നമുക്ക് രണ്ട് വയറുണ്ട്. ഇതാണ് എ ഇൻപുട്ട്. ഓക്കെ, ഇത് ബി ഇൻപുട്ട്. സോ നമുക്ക് നമ്മുടെ ട്രൂത്ത് ടേബിളിലേക്ക് വരാം. എ നമുക്ക് ഫസ്റ്റ് നമുക്ക് 0 0 ആണ്. അതായത് ഇത് രണ്ടും ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. So LED is not working, so we can put 0, or at this condition you can measure voltages and write it here. Measurement is possible only when you are doing it in laboratory. ലബോറട്ടറിയിൽ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വോൾട്ടേജുകൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ LED കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഔട്ട്പുട്ട് തീരുമാനിക്കാവുന്നതാണ്. ഇത് നമുക്ക് 0 0 ഇൻപുട്ടാണ്. നൗ ഐ ആം കണക്റ്റിംഗ് B to 1. That means V is taken from here and connected to plus. Now you can see that LED is glowing. So I am writing 0 1 1. Now I am connecting B to ground and A to 1 VCC. So it is A connected to VCC, that is 1, and B connected to ground. So this is 1 0. Again you can see that there is an output, so it is 1. Now the third combination is we can connect both to high, then also as expected you will get a 1 at the output. So in this condition you can measure voltages. So if you measure voltages, you can see that there will be a small difference between the voltage applied at the input and output, which is the voltage drop of the diode. So this is the method in which, or this is the method used to construct a demonstration circuit of OR gate using diodes. ഇത് ഒരു ആൻഡ് ഗേറ്റിൻ്റെ സർക്യൂട്ടാണ്. ഡയോഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം, 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. സർക്യൂട്ട് ശ്രദ്ധിക്കുക, ചില ചേഞ്ചസ് ഉണ്ട്. ഓർ ഗേറ്റുമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയോഡ് നേരെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതേപോലെ കോമൺ പോയിന്റിൽ നിന്ന് ഒരു 1K ഓം റെസിസ്റ്റൻസ് VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡയോഡിൻ്റെ കാഥോഡാണ്
ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ എ ആൻഡ് ബി ആർ ദ ഇൻപുട്ട്സ്. എ ഇൻപുട്ട് നമ്മൾ വി സി സിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയി ട്രീറ്റ് ചെയ്യപ്പെടും. അതേപോലെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതേപോലെ തന്നെ ബി ഇൻപുട്ടിൻ്റെ കേസും ഞാനിത് ഈ രീതിയിലേക്ക് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ 2 വയറുകളാണ് ആൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ട് എയും ബിയും. ഫോർ എക്സാമ്പിൾ യെല്ലോ ക്യാൻ ബി ടേക്കൺ ആസ് എ ഇൻപുട്ട് ആൻഡ് ബ്ലൂ വയർ ക്യാൻ ബി ടേക്കൺ ആസ് ബി ഇൻപുട്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാൻ പറയാതിരുന്നത്, ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വയറുകൾ സിംഗിൾ സ്റ്റാൻഡ് എന്ന് വയർ പറയും. ഒരു കമ്പി മാത്രമുള്ള വയറുകൾ വേണം യൂസ് ചെയ്യാൻ. അത് മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഹോളിലേക്ക് ഇൻസെർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കിറ്റിൻ്റെ കൂടെ തന്നിരിക്കുന്നത് സിംഗിൾ സ്റ്റാൻഡ് വയറാണ്. ഇനി മറ്റ് വയറുകളും എല്ലാം അവൈലബിൾ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സിംഗിൾ സ്റ്റാൻഡ് ആണോ നോക്കി ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസെർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. തന്നിരിക്കുന്ന വയർ നിങ്ങൾ ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് രണ്ടും ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 0 എന്ന കണ്ടീഷൻ. യു ക്യാൻ സീ ദാറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ഓൾസോ 0. നൗ ഐ ആം കണക്റ്റിംഗ് the B input to VCC and A input is still on ground, so it is 0 1 condition and still the output is 0. Now I am just reversing that. B is connected to ground and A is connected to VCC, so the condition is 1 0. Again the output is 0. Now the fourth condition is both are connected to VCC, so you can see നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് കത്തുന്നുണ്ട്. സോ ഇവിടെ ഇപ്പോൾ 2 ഇൻപുട്ടും എയിലേക്കാണ്, വി സി സിയിലേക്കാണ്. എയും ബിയും വി സി സിയിലേക്കാണ്. സോ ഔട്ട്പുട്ട് ഈസ് കമ്മിങ്, ഔട്ട്പുട്ട് ഈസ് 1. സോ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ an AND gate. ഇത് ഒരു നോട്ട് ഗേറ്റിൻ്റെ സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ ഡയോഡിന് പകരം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് PC107, ഒരു NPN ട്രാൻസിസ്റ്റർ. 2 റെസിസ്റ്റൻസ് 2.2K ഓം വീതം. 2.2K ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനടുത്ത് വരുന്ന ഏത് വാല്യൂ ഇവിടെ ഉപയോഗിക്കാം. സോ ഒരു റെസിസ്റ്റൻസ് കളക്ടറിൽ നിന്ന് VCCയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റൊന്ന് ബേസിൽ കണക്ട് ചെയ്ത്, അതാണ് നമ്മുടെ എ ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ട്രാൻസിസ്റ്ററിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ 3 പിൻ കാണാം. ഒന്നിനോട് ചേർന്നൊരു ടാബ് കാണാം, ഒരു പ്രൊജക്ഷൻ. അതിനോട് ചേർന്നുള്ളത് എമിറ്ററാണ്. റൈറ്റ് സൈഡിലുള്ളത് കളക്ടറാണ്. മുകളിലുള്ളത് ബേസുമാണ്. അതുകൊണ്ട് എമിറ്റർ, ബേസ്, കളക്ടർ ഇതെല്ലാം ഡിഫറെൻറ്റ് സർക്യൂട്ട് ലൈനിൽ വരുന്ന രീതിയിൽ ബ്രെഡ് ബോർഡിൽ ആദ്യം പ്ലേസ് ചെയ്യുക. അതിനുശേഷം മറ്റ് കമ്പോണൻസും കണക്ട് ചെയ്യുക. എയിലൊരു വയർ കണക്ട് ചെയ്ത് അത് VCCയിലേക്കോ ഗ്രൗണ്ടിലേക്കോ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ സൂക്ഷിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതൊരു വയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടാണ്. ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, 2 റെസിസ്റ്റൻസ് ഉണ്ട്, ഔട്ട്പുട്ടിൽ ഒരു LED ഉണ്ട്. നമുക്ക് ഇൻപുട്ട് കൊടുക്കാനായി എയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയർ ഇതാണ്. സോ ഇപ്പോൾ എ കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിലേക്കാണ്.
So we can write 0 in the column corresponding to A, and you can see that the LED is glowing, so output is 1. Now we can change this to VCC. So the input is connected to VCC corresponding to a 1, so there is no output, so it is 0. Thus we can see that such a circuit will work as a NOT gate, which will give an output which is always complement of the input.